ഓടൊപ്പം ആൽവിൻ തോമസ് ചേരുകയാണ്. ആൽവിൻ, അവിടെ ഇടുക്കിയിലെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് ഓരോ മണ്ഡലത്തിലും പോയി അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഡെസ്കിൽ എത്തിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്കൊക്കെ വിശദാംശങ്ങൾ പൊതുചിത്രം ഒന്ന് നോക്കാം. ആൽവിൻ, എന്തായാലും നമ്മൾ ഈ പറഞ്ഞതുപോലെ 5 മണ്ഡലങ്ങളിലും പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ തൂത്തുവാരുന്ന 4 ജില്ലകളിൽ ഒന്നായി ഇടുക്കിയെ അദ്ദേഹം കാണുകയാണ്. നിലവിലുള്ള സാഹചര്യം എങ്ങനെയാണ്? പൊതുചിത്രം എന്താണ്? നിശ്ചയമായും നിങ്ങൾ രണ്ടുപേരും സൂചിപ്പിച്ചതുപോലെ തന്നെ UDF-നെ സംബന്ധിച്ചിടത്തോളം മധ്യ കേരളം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു. മധ്യ കേരളം എന്ന് പറയുന്നത് ഇത്തവണ ഒഴിച്ചുകൂടാനാകാത്ത നിലയിലാണുള്ളത്. കാര്യം ഇവിടുന്ന് ഏറ്റവും കൂടുതൽ സീറ്റുകൾ സമാഹരിക്കുക എന്നതാണ്. പ്രത്യേകിച്ച് ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, എറണാകുളം ഇത്തരം ജില്ലകളിൽ വലിയ നേട്ടമുണ്ടാക്കാൻ UDF-ന് കഴിഞ്ഞാൽ മാത്രമേ UDF-ന്റെ ഭരണം അല്ലെങ്കിൽ ഭരണത്തിലേക്ക് എത്തുക എന്ന തരത്തിലേക്ക് അവരുടെ ഒരു പ്രതീക്ഷ കൈവരിക്കാൻ കഴിയുകയുള്ളൂ. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇടുക്കിയാണ്. ഇടുക്കി ജില്ലയിൽ നമുക്കറിയാവുന്നതുപോലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലൊക്കെ ഡീൻ കുര്യാക്കോസ് വലിയ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ നൽകിയ ഒരു പാർലമെൻറ്റ് മണ്ഡലമാണ് ഇടുക്കി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. ജില്ലാ പഞ്ചായത്തിൽ UDF ഭരിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്തുകൾ ഭൂരിഭാഗവും UDF തന്നെ ഭരിക്കുന്നു. അതോടൊപ്പം തന്നെ ഓരോ പഞ്ചായത്തുകൾ എടുത്തു നോക്കിയാലും വലിയ മുന്നേറ്റം മുമ്പിലുണ്ടായിരുന്നതിനേക്കാളും വലിയ മുന്നേറ്റം നടത്താൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതൊക്കെ ഇത്തരം പോസിറ്റീവായ പല ഗുണങ്ങൾ കൊണ്ട് ഇത്തവണ നേട്ടമുണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഇപ്പോൾ UDF-ന്റെ ഒരു പ്രതീക്ഷ പറയുന്നത്. അത് തന്നെയാണ് പ്രതിപക്ഷ നേതാവും അദ്ദേഹവും പറഞ്ഞത്. ഇടുക്കിയിൽ വലിയ മുന്നേറ്റം ഇത്തവണ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളത്. നമുക്കറിയാവുന്ന പോലെ ഇടുക്കി എന്നത് ഏറ്റവും എല്ലാ കാലത്തും UDF-ന്റെ ഒരു കോട്ടയായിരുന്ന ഒരു ജില്ലയായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പല മണ്ഡലങ്ങളിലും കോൺഗ്രസിൻ്റെ ഒരു MLA ഇല്ലാത്ത സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതിൽ ആകെ UDF-ന് അവിടെ ഒരു MLA വന്നത് PJ ജോസഫ് തൊടുപുഴയിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇത്തവണ തൊടുപുഴയിൽ PJ ജോസഫ് മത്സര രംഗത്തുനിന്ന് മാറി നിൽക്കുന്നു. മകൻ അപ്പു ജോൺ ജോസഫാണ് രംഗത്തുള്ളത്. നിങ്ങൾ മുമ്പേ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടുത്തെ മത്സരം എന്ന് പറയുന്നത് സിറിയക് ചാഴികാടൻ എന്ന ആളുമായിട്ടാണ്. അദ്ദേഹം ഏറ്റുമാനൂർ സ്വദേശിയാണ്, കോട്ടയം സ്വദേശിയാണ്. അദ്ദേഹം കേരള കോൺഗ്രസിൻ്റെ KSCയിലൂടെ രംഗത്ത് വന്ന ആളാണ്. അങ്ങനെ ഇവർ രണ്ടുപേരുമാണ് പ്രധാനമായും അവിടെ ഏറ്റുമുട്ടുന്നത്. അവിടെ 2020-യുടെ സ്ഥാനാർത്ഥി റോയ് വാരിക്കാടനാണ് NDA സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ UDF ഇപ്പോഴും വലിയ പ്രതീക്ഷ PJ ജോസഫിൻ്റെ ആ ശക്തിയും ഒക്കെ ഉണ്ടാകും. കേരള കോൺഗ്രസിൻ്റെ ഒരു ശക്തി അവിടെ ഉണ്ട് എന്നതുകൊണ്ടൊക്കെ തന്നെ വലിയ പ്രതീക്ഷ അവിടെ വെക്കുന്നു. നിശ്ചയമായും തൊടുപുഴ നേടിയെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് UDF-ന്റെ പ്രതീക്ഷയായിട്ടുള്ളത്. അടുത്തൊരു മണ്ഡലം എന്ന് പറഞ്ഞാൽ ഇടുക്കിയാണ്. നമുക്ക് മറ്റൊരു സ്റ്റാർ മണ്ഡലം എന്ന് പറയാം. മന്ത്രി റോഷി അഗസ്റ്റിൻ ഇറങ്ങുന്ന മണ്ഡലം. റോഷി അഗസ്റ്റിൻ കഴിഞ്ഞ തവണ മന്ത്രിയാകുന്നത് തന്നെ മുന്നണി മാറിയ ശേഷമാണ് അദ്ദേഹം മന്ത്രിയാകുന്നത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ഇത്തവണ അദ്ദേഹം UDF-ലേക്ക് പോകുന്ന ഒരു പാലം വലിക്കാൻ കേരള കോൺഗ്രസിൻ്റെ ചില നേതാക്കളൊക്കെ ശ്രമിച്ചപ്പോൾ അതിന് തടയിട്ടത് മന്ത്രി റോഷി അഗസ്റ്റിനാണ്. വലിയ വാർത്തകളിൽ വലിയ തോതിൽ നിറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകളും ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ അദ്ദേഹം മുൻകൈ എടുത്ത് നടത്തുകയും ഒക്കെ ചെയ്തപ്പോൾ ആയ കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ റോഷി അഗസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 വർഷം മന്ത്രിയായിരുന്നു. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ അത്ര സജീവമാകാൻ കഴിഞ്ഞില്ല. പക്ഷേ അതിന് മുൻകാലങ്ങളിൽ റോഷി അഗസ്റ്റിൻ അങ്ങനെ ആയിരുന്നില്ല. മണ്ഡലത്തിൽ ഏറ്റവും സജീവമായി നിന്ന് എല്ലാ മുക്കും മൂലയും അറിയാവുന്ന ഒരാളാണ് റോഷി അഗസ്റ്റിൻ. അതുകൊണ്ട് തന്നെ എല്ലാ ഇടങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം ആ കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 5 വർഷം അദ്ദേഹത്തിന് സംസ്ഥാനത്തുടനീളം സഞ്ചരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെ റോഷി അഗസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 വർഷത്തെ മണ്ഡലത്തിലെ സാന്നിധ്യം വളരെ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു എതിർപ്പോ അല്ലെങ്കിൽ അത്തരത്തിൽ ചില എതിർപ്പൊക്കെ അവിടെ ഉയർന്നു വരുന്നുണ്ട്. അവിടെ UDF-ന് സ്ഥാനാർത്ഥിയായി വരുന്നത് കോൺഗ്രസിൻ്റെ മുൻ DCC പ്രസിഡന്റ് കൂടിയായ ഇപ്പോൾ KPCC വൈസ് പ്രസിഡന്റ് കൂടിയായ റോയ് കെ പൗലോസാണ്. റോയ് കെ പൗലോസിൻ്റെ സ്ഥാനാർത്ഥിത്വം ഏറ്റവും ഒടുവിലാണ് കോൺഗ്രസ് പട്ടികയിൽ ഇടം പിടിക്കുകയും അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്യാൻ കോൺഗ്രസ് തീരുമാനിക്കുകയും ചെയ്യുന്നത്. അദ്ദേഹം തൊടുപുഴക്കാരനാണ് എന്നുള്ള ഒരു ഡ്രോബാക്കാണ് നമുക്ക് അവിടെ അദ്ദേഹത്തെ സംബന്ധിച്ച് എടുത്തു പറയാൻ കഴിയുക. അത്തരം ചില ചർച്ചകളൊക്കെ വന്നാൽ അദ്ദേഹം തൊടുപുഴക്കാരനാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം യാക്കോബായ വിഭാഗത്തിൽ നിന്നുള്ള ആളാണ്. പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളിക്ക് ആ സീറ്റ് ലഭിക്കാതെ വന്നതോടുകൂടി അദ്ദേഹം ഇവിടെ സീറ്റ് ഉറപ്പിക്കുകയായിരുന്നു. യാക്കോബായ വിഭാഗത്തിന് പ്രാതിനിധ്യം എന്ന നിലയിലാണ് ഇടുക്കിയിൽ അദ്ദേഹത്തിൻ്റെ പേര് ഉയർന്നു വരികയും അദ്ദേഹത്തെ അവിടെ പരിഗണിക്കുകയും ചെയ്തത്. അദ്ദേഹം ഇത്രയും ഏറെ വർഷങ്ങൾ ഏതാണ്ട് 4 പതിറ്റാണ്ടോളം അവിടെ ഇടുക്കി ജില്ലയിൽ പ്രാദേശികമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണ്. കോൺഗ്രസിന് വേണ്ടി ജില്ലാ പഞ്ചായത്തിലടക്കം മെമ്പറായിരുന്ന ആളാണ്. അദ്ദേഹത്തിന് ഒരു തവണ പോലും നിയമസഭാ സീറ്റ് ലഭിച്ചിരുന്നില്ല. പക്ഷേ അത് ഇത്തവണ അദ്ദേഹത്തിന് കൈവന്നിരിക്കുന്നു. അവിടെ പറയുകയാണെങ്കിൽ കട്ടപ്പന മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ 9 പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റി ഒരെണ്ണമാണ് ഉള്ളത്. ആ 9 പഞ്ചായത്തുകളും കോൺഗ്രസ് ഒറ്റയ്ക്കാണ് ഭരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. കട്ടപ്പന മുനിസിപ്പാലിറ്റിയും കോൺഗ്രസ് ഒറ്റയ്ക്കാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ അനുകൂല ഘടകം എന്ന നിലയിലാണ് കോൺഗ്രസ് ഇത്തവണ ആ സീറ്റ് ആവശ്യപ്പെടുന്നത്. ആദ്യമായി കൈപ്പത്തിയിലേക്ക് ഒരാൾ വരുന്നു. നമ്മൾ തന്നെയാണ് ഇത് ആദ്യം അന്ന് വാർത്ത കൊടുക്കുന്നത്. കോൺഗ്രസ് ഈ സീറ്റ് ആവശ്യപ്പെട്ടു KPCCയോട് എന്നുള്ളത് നമ്മളാണ് അന്ന് ആദ്യം അവിടെ വാർത്ത നൽകുന്നത്. അതേ തുടർന്ന് ചില ഉഭയകക്ഷി ചർച്ചകൾ ഉണ്ടാകുന്നു. അങ്ങനെ PJ ജോസഫ് വിഭാഗത്തിന്റെ പറഞ്ഞിരുന്നു. ഇപ്പം റോഷി അഗസ്റ്റിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും നേരത്തെ ഇപ്പം റോഷി അഗസ്റ്റിൻ
ഇതുവരെ പരാജയമറിയാത്തൊരു നേതാവാണ് റോഷി അഗസ്റ്റിൻ. ഈ മുന്നണി മാറുന്ന സമയത്ത് പോലും മത്സരിക്കുമ്പോൾ അദ്ദേഹം വിജയിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഈ ഇത്തവണത്തെ മത്സരത്തിലേക്ക് വരുമ്പോഴത്തേനും MLA ആയിട്ടുള്ള റോഷിയല്ല, മന്ത്രിയായിരുന്ന റോഷിയാണ് വരുന്നത്. മണ്ഡലത്തിൽ പൂർണ്ണ സമയം കേന്ദ്രീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ഈ പട്ടയ വിതരണം, ഭൂപ്രശ്നം, മനുഷ്യ വന്യജീവി സംഘർഷം തുടങ്ങിയ നിരവധി വിഷയങ്ങൾ ഇപ്പോഴും പരിഹാരമാകാതെ ഇടുക്കിയിലുണ്ടല്ലോ. നിശ്ചയമായും അത് വലിയ തോതിൽ ചർച്ചയായി ഉള്ള ഒരു വിഷയങ്ങൾ തന്നെയാണ്. പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് പട്ടയ വിഷയവുമായി ബന്ധപ്പെട്ടും ഭൂവിഷയങ്ങളുമായി ബന്ധപ്പെട്ടും പലയിടങ്ങളിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാത്ത സാഹചര്യം. അതിൽ കൃത്യമായി കേസ് നടക്കുന്നില്ല. സർക്കാർ അഡ്വക്കേറ്റ് നേരെ നല്ല രീതിയിൽ കേസ് നടത്താത്ത ഒരു സാഹചര്യം ഉണ്ടെന്നുള്ള വലിയ വിമർശനം അവിടെ ഉണ്ട്. അത് റോഷിക്ക് വലിയ തിരിച്ചടി തന്നെ ആ സംഭവത്തിലുണ്ടാകും. കാര്യം ഭൂവിഷയങ്ങൾ തന്നെയാണ് ഇടുക്കി മണ്ഡലവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അത് ഏത് മണ്ഡലം എടുത്താലും ഭൂവിഷയങ്ങൾ അതിൽ പ്രധാനമാണ്. മറ്റൊന്ന് ഈ വന്യജീവി മനുഷ്യനുമായിട്ടുള്ള സംഘർഷം എന്നുള്ളതാണ്. അതും വലിയ തോതിൽ ഈ പറഞ്ഞ ഒരുപക്ഷെ തൊടുപുഴ മണ്ഡലത്തിൽ പോലും അത് അത്തരം ചർച്ചകളിലേക്കൊക്കെ വന്നിരുന്നു. തൊടുപുഴയുടെ അതിർത്തി പ്രദേശത്തേക്ക് പോലും വന്യജീവികളൊക്കെ ഇറങ്ങുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു, ആന ഇറങ്ങുന്ന കാഴ്ചയൊക്കെ കണ്ടിരുന്നു. അങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും 5 മണ്ഡലങ്ങളിലും അത്തരം വിഷയങ്ങൾ വളരെ സജീവമായി നിലനിൽക്കുന്ന ഒരു വിഷയം കൂടിയാണ്. കഴിഞ്ഞ ഈ 5 വർഷം കൊണ്ട് 5 വർഷത്തിനിടെ നിരവധി പേരെയാണ് അവിടെ കാട്ടാനയുടെ ആക്രമണത്തിലൊക്കെ കൊല്ലപ്പെടുകയൊക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധങ്ങളുമൊക്കെ നമ്മൾ കണ്ടതാണ്. അതൊക്കെ UDF തുണയ്ക്കുമെന്നുള്ളതാണ് UDF പ്രതീക്ഷ. UDF ഈ വിഷയങ്ങളൊക്കെ ഉയർത്തി തന്നെയാണ് പ്രാദേശികമായി ഇപ്പോൾ പ്രചരണ പരിപാടികൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും തീവാർന്നൊരു മണ്ഡലമാണ് ഇടുക്കി എന്ന് പറയുന്നത്. പീരിമേട്ടിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ 2 തവണ പരാജയപ്പെട്ട ആളാണ് സിറിയക് തോമസ് എന്നുള്ളത്. സിറിയക് തോമസിനെ സ്വാഭാവികമായും ഇത്തവണ സീറ്റ് ലഭിക്കുമ്പോൾ അദ്ദേഹത്തിന് ആ മണ്ഡലം നേടാൻ കഴിയുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് തോട്ടം മേഖലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്വാധീനം അതൊക്കെ കൂടിയാണ് ഇപ്പോൾ ഇത്തവണ വീണ്ടും അദ്ദേഹത്തിന് സീറ്റ് നൽകുന്നത് കോൺഗ്രസ്. കഴിഞ്ഞ തവണ വാഴൂർ സോമനോട് 1000 ചില്ലുവാനം വോട്ടുകൾക്ക് മാത്രമാണ് അവിടെ പരാജയപ്പെട്ടതെങ്കിൽ ഇത്തവണ അത് നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. അവിടെ മത്സരിക്കുന്നത് CPIയുടെ ജില്ലാ സെക്രട്ടറി K സലീം കുമാറാണ്. അദ്ദേഹം മത്സരിക്കുമെന്നുള്ള വാർത്തയും നമ്മൾ അന്ന് ആദ്യം നൽകിയിരുന്നു. മറ്റൊരു മണ്ഡലം എന്ന് പറയുന്നത് ഉടുമ്പൻചോലയാണ്. നമുക്കറിയാവുന്നതുപോലെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ MM മണിയുടെ അസാന്നിധ്യമാണ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ MM മണിയുടെ അസാന്നിധ്യമാണ് അവിടെ ശ്രദ്ധേയമാകുന്നത്. അവിടെ KK ജയേന്ദ്രൻ മുൻപ് 3 തവണ MLA ആയിട്ടുള്ള ആളാണ് KK ജയേന്ദ്രൻ. CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ് അദ്ദേഹം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് അദ്ദേഹം തിരുവനന്തപുരത്തായിരുന്നു. ഇടുക്കിയുമായി വലിയ ബന്ധം ഈ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നൊരു വിമർശനം അവിടെയുണ്ട്. ഇതിലൊപ്പം ഒക്കെ ഉപരിയായി MM മണിയുടെ പേരാണ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഉയർന്നു പോയത്. പക്ഷേ ആ പേര് മാത്രമായിരുന്നു അവിടെ ചെന്നതെങ്കിൽ ആ പേര് വെട്ടിയാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ KK ജയേന്ദ്രൻ വീണ്ടും ഉടുമ്പൻചോലയിലേക്ക് മത്സരിക്കാൻ ഇറങ്ങുന്നത്. അവിടെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്നത് ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ള സേനാപതി വേണുവിന് തന്നെയാണ്. അദ്ദേഹം അവിടുത്തുകാരൻ തന്നെയാണ്. കഴിഞ്ഞ തോൽവിക്ക് ശേഷവും MM മണിയോട് 1000 ചില്ലുവാനം വോട്ടുകൾക്ക് തോറ്റ ശേഷവും അദ്ദേഹം മണ്ഡലത്തിൽ വളരെ സജീവമായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പോസിറ്റീവായി കോൺഗ്രസ് കണ്ടത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അദ്ദേഹത്തെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കിയിരിക്കുകയാണ്. വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷ. പ്രത്യേകിച്ച് നെടുങ്കണ്ടം പോലെയുള്ള മേഖല, ഏതാണ്ട് രാജാക്കാട്, രാജകുമാരി, ശാന്തൻപാറ എന്ന് പറയുന്ന 3 പഞ്ചായത്തുകൾ, അതിലൊക്കെ വലിയ നേട്ടം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നേടിയെടുക്കാൻ UDF കഴിഞ്ഞിട്ടുണ്ട്. രാജാക്കാട് MM മണിയുടെ മകളായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുണ്ടായിരുന്നത്. അവിടെ വർഷങ്ങളായി CPM അല്ലെങ്കിൽ LDF ഭരിച്ചിരുന്ന ഒരു പഞ്ചായത്തായിരുന്നു രാജാക്കാട് എന്ന് പറയുന്നത്. അത് ഇത്തവണ അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ ഈ 3 പഞ്ചായത്തുകളുടെ വലിപ്പം വരുന്ന മറ്റൊരു വലിയ പഞ്ചായത്താണ് നെടുങ്കണ്ടം പഞ്ചായത്ത്. നെടുങ്കണ്ടം പഞ്ചായത്ത് കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിലൊക്കെയും വോട്ട് സമാഹരിക്കാൻ അദ്ദേഹത്തിന് കഴിയും, സേനാപതി വേണുവിന് കഴിയും എന്ന് തന്നെയാണ്. ഈഴവ വിഭാഗത്തിൽപ്പെടുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഈഴവ വിഭാഗങ്ങളുമായി അദ്ദേഹത്തിന് അടുത്ത ബന്ധം അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് സ്ഥാനാർത്ഥിക്ക് ഗുണം ചെയ്യുമെന്നതാണ് അവിടെ UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രതീക്ഷ എന്ന നിലയിൽ പറയേണ്ടത്. അപ്പോഴാണ് മറ്റൊരു സ്ഥാനാർത്ഥി നമ്മൾ എടുത്തു പറയേണ്ടത്. സംഗീത വിശ്വനാഥ് NDAയുടെ സ്ഥാനാർത്ഥിയായി വരുന്നു. BDJSന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് അവർ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഇടുക്കിയിലും മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. പക്ഷേ വലിയ തോതിൽ ഇത്തവണ അവർക്ക് BDJSന്റെ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ് അവരുടെ വലിയ പ്രതീക്ഷ. ഏറ്റവും ഒടുവിൽ വോട്ട് കഴിഞ്ഞ വട്ടം മുൻപത്തെ വർഷത്തെ അത്രയും നേടാൻ പറ്റിയില്ലല്ലോ സംഗീത. കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ സ്പൈസസ് ബോർഡിൻ്റെ ചെയർപേഴ്സൺ കൂടിയാണ് എന്നുള്ളത് മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ്. കാര്യം ഒരു തോട്ടം മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു പോസ്റ്റിലിരിക്കുന്ന ആൾക്ക് അവിടെ വലിയ വാഗ്ദാനങ്ങൾ നൽകാൻ കഴിയും. അത്തരത്തിലൊക്കെ പറഞ്ഞ പോലെയാണെങ്കിൽ ശരി, താങ്ക് യു.